എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ. എനിക്കറിയാം ഓണമൊക്കെ സമുചിതമായി ആഘോഷിച്ച് നിങ്ങൾ അല്പം ക്ഷീണത്തിലാണോ എന്നറിയില്ല. അവിടെ ഫ്ലവേഴ്സിൽ മോഹൻലാൽ തകർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ആസ്വദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പക്ഷേ വാർത്തകളിലേക്ക് കിടക്കണം. വാർത്തകൾക്കപ്പുറം ഓണാഘോഷങ്ങളും ഉണ്ടാകും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈം വിത്ത് SKNലേക്ക് സ്വാഗതം. ഇതൊക്കെയാണ് ഈ മണിക്കൂറിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഈ തിരുവോണ ദിവസവും വാർത്തകൾക്ക് കുറവില്ലായിരുന്നു, എന്നാൽ ഓണത്തിൻ്റെ ആഘോഷത്തിനും കുറവില്ലായിരുന്നു. സംസ്ഥാനത്ത് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രൈം ടൈം വിത്ത് SKNലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ സമുചിതമായൊരു ഓണം കൊണ്ടാടാൻ നമുക്ക് കഴിഞ്ഞില്ല. വയനാട് ചെറിയ രീതിയിലൊരു നേർത്ത നൊമ്പരമായി നമ്മളിൽ അവശേഷിക്കുമ്പോൾ ഓണാഘോഷത്തിനിടയിലും അത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. എങ്കിലും മലയാളി ലോകമെമ്പാടും ഇന്ന് തിരുവോണം കൊണ്ടാടി നല്ല ഭംഗിയായി സദ്യ കഴിച്ചു. വിപണികളിലൊക്കെ തന്നെ നല്ല തിരക്കായിരുന്നു. അതിരാവിലെ ഇന്നലെയും നല്ല തിരക്കായിരുന്നു. അപ്പോൾ വൈകുന്നേരം നഗരങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. തിയേറ്ററുകളിലൊക്കെ ചില പടങ്ങളൊക്കെ നിറഞ്ഞോടുന്നു എന്ന വാർത്തകളും വരുന്നു. അപ്പോൾ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. ഇനി നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആൾ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്തു. തകഴി സ്വദേശി ഷൈജുവാണ് അത്യാഹിത വിഭാഗം ഹൗസ് സർജൻ ഡോക്ടർ അഞ്ജലിയെ ആക്രമിച്ചത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. മനീഷ് മൊഗിവാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. മനീഷ്, ഹാപ്പി ഓണം. പറയൂ മനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SKN എന്താണെങ്കിലും ഇന്ന് വൈകിട്ടത്തെ ഷിഫ്റ്റിന് കയറിയ ശസ്ത്രക്രിയ അത്യാഹിത വിഭാഗത്തിലെ ഹൗസ് സർജൻ ഡോക്ടർ അഞ്ജലിക്കാണെങ്കിൽ ഒരു ദുരനുഭവം ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 6:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ചികിത്സയ്ക്ക് എത്തിയ ഒരാൾ അയാളുടെ നെറ്റിയിൽ മുറിവുണ്ടായിരുന്നു. തുന്നൽ ഇടണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് ഈ മുറിവ് ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിരുന്നില്ല. പിന്നീട് ഇയാൾ മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ ഡോക്ടറോട് കയർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ സ്റ്റിച്ച് ഇടുന്ന സമയത്താണ് ഇയാൾ കൈ തട്ടി മാറ്റി 2-3 തവണ കൈ തട്ടി മാറ്റി. പിന്നീട് ഇയാൾ എഴുന്നേറ്റ് നിന്ന് ഡോക്ടറുടെ കൈ പിടിച്ച് തിരിച്ച ശേഷം ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആശുപത്രി ജീവനക്കാർ പിന്നെയും ഡോക്ടറെ മർദ്ദിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആശുപത്രി ജീവനക്കാർ ഇയാളെ പിടിച്ചു മാറ്റിയത്. അങ്ങനെ ആശുപത്രിയിൽ ഒരു വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സമയത്ത് ജീവനക്കാർ പിടിച്ചു മാറ്റിയ സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ തനിയെയാണ് വന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്ന പോലീസുകാരടക്കം ഇയാളുടെ പിന്നാലെ ഓടിയെങ്കിലും ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല. അവിടെ ആശുപത്രിയിലെ രേഖകൾ അനുസരിച്ച് ഇയാൾ പറഞ്ഞത് ഇയാൾ തകഴി സ്വദേശിയാണ്. ഷൈജു എന്നാണ് ഇയാളുടെ പേര്. 41 വയസ്സെന്നാണ് മെഡിക്കൽ രേഖകളിലുള്ളത്. മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ ഇയാൾ മറ്റേതെങ്കിലും അക്രമ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി വന്നതാണോ, എവിടെ നിന്നാണ് ഇയാൾ വന്നതടക്കമുള്ള പശ്ചാത്തലം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ ഹൗസ് സർജനായിട്ടുള്ള ഡോക്ടർ അഞ്ജലി അമ്പലപ്പുഴ പോലീസിനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അമ്പലപ്പുഴ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസെടുക്കുന്ന നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇയാൾ ഉടനെ തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന് അമ്പലപ്പുഴ SHO അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആശുപത്രിയിലെത്തി നിലവിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ സമയത്തും മതിയായ ആശുപത്രി ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇയാളെ പിടിച്ചു മാറ്റിയ സമയത്ത് ഇയാൾ പെട്ടെന്നാണ് പ്രകോപിതനായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പക്ഷേ ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല. ഇന്ന് വൈകിട്ട് 6:30 ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് നേരെ രോഗിയുടെ കയ്യേറ്റമുണ്ടായത്. ഡോക്ടറുടെ കൈ പിടിച്ച് തിരിക്കുകയായിരുന്നു. SKN. ഓക്കെ, എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതിപ്പോൾ ആവർത്തിക്കുന്നു. തോമസ് ജോർജ് ഒരു കാര്യം ചോദിക്കുന്നു ഇപ്പോൾ നമ്മളോട്. അതായത് ഈ ഫ്ലവേഴ്സ് TV ലൈവായിട്ട് യൂട്യൂബിൽ വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ അത് കണ്ടു തുടങ്ങി. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ യൂട്യൂബിൽ പോയി ഫ്ലവേഴ്സ് കോമഡി സെർച്ച് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് TV ലൈവായി ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് കാണാം. പക്ഷേ അതൊരു പേ മോഡിലാണ്, അതായത് പണം നൽകി കാണുന്ന ഒരു ചാനലായിരിക്കും. പേ ചാനലാണ് ഫ്ലവേഴ്സ് TV എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ തോമസ് ജോർജ് അങ്ങനെ ശ്രമിക്കൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ മുതൽ നമുക്കൊരു മൊബൈൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. മലപ്പുറം നടുവത്ത് സ്വദേശി 24-കാരൻ്റെ മരണം നിപ്പ ബാധിച്ചെന്നാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. രോഗലക്ഷണങ്ങളുള്ള 5 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് അറിയിക്കുകയും ചെയ്തു. 2 മാസത്തിനിടെ ആശങ്കയേറ്റി മലപ്പുറത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ മാസം 22-ന് നാട്ടിലെത്തിയ യുവാവിനാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പനിയെ തുടർന്ന് 4 ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട്.
കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തു. നേരിട്ട് സമ്പർക്കത്തിലുള്ളവരെ ഇതിനോടകം ഐസൊലേഷനിലേക്ക് മാറ്റി. 151 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ചികിത്സിച്ച ആശുപത്രി ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സമ്പർക്കത്തിലുള്ള 5 പേർക്ക് ചെറിയ തോതിൽ നിപ ലക്ഷണങ്ങൾ കണ്ടതിനാൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 മാസം മുൻപാണ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ നിപ ബാധിച്ചു മരിച്ചത്. നടുവത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി. 24 മലപ്പുറം. നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഈ വാർഡുകളിൽ നാളത്തെ നബീദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ പ്രത്യേക സർവേയും പരിശോധനയും ഒക്കെ ആരംഭിക്കും. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയിട്ട് ശേഷം അവരിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പ്. 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഈ വാർഡുകളിൽ നാളത്തെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നാളെ മുതൽ പ്രത്യേക സർവേയും പരിശോധനയും ആരംഭിക്കുമെന്നും പറയുന്നു. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ, എന്തൊക്കെയാണ് തിരുവാലി പഞ്ചായത്തിലെ നിയന്ത്രണങ്ങൾ, കണ്ടെയ്ൻമെന്റ് സോണാക്കിയ വാർഡുകൾ, അതുപോലെ മുൻകരുതലുകൾ എന്തൊക്കെ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? SKN നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും ചില നിയന്ത്രണങ്ങളിലേക്കും ആരോഗ്യവകുപ്പും തിരുവാലി പഞ്ചായത്തും ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവാലി പഞ്ചായത്തിൽ പൂർണ്ണമായും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്നും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ഒരു യോഗം ചേർന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുമ, പനി ഉള്ളവർ എത്രയും വേഗം അതിൽ ഒരു അറിയിപ്പ് നൽകണം എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് ഇനി പനി ബാധിച്ചവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നാളെ രാവിലെ മുതൽ ഒരു പ്രത്യേക സ്ക്വാഡ് ഓരോ വീടുകളിലും കയറി പനിയും അല്ലെങ്കിൽ ചുമയോ ബാധിച്ചവരെ കണ്ടെത്തും. അവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉടൻ തന്നെ എടുക്കും എന്നുള്ളതാണ്. ഈ ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരന് 2 മാസം മുൻപ് നിപ ബാധിച്ച് മരിച്ചിരുന്നു. അന്ന് ആരോഗ്യവകുപ്പ് എടുത്ത അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം എടുത്ത ഒരു തീരുമാനമായിരുന്നു ഓരോ വീടുകളിലും കയറി പനിയും ചുമയും ഉള്ളവരെ കണ്ടെത്തുക, അവരെ എത്രയും വേഗം ഐസൊലേറ്റ് ചെയ്യുക, അവരുടെ സാമ്പിളുകൾ ശേഖരിക്കുക, അത് പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളത്. അത് വിജയം കണ്ടു എന്നുള്ളതിൻ്റെ വിലയിരുത്തലിലാണ് ഇപ്പോൾ നടുവത്തും അതേ രീതിയിലുള്ള സമാന രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ കടക്കുന്നത്. 151 പേരാണ് നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്നത്. അതിൽ 5 പേർ ഐസൊലേറ്റ് വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ സാമ്പിളുകൾ ഇതിനോടകം തന്നെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 24 വയസ്സുകാരൻ പല ഭാഗങ്ങളിലും കൂട്ടുകാർക്കൊപ്പം പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമ്പർക്ക പട്ടിക കുറച്ചുകൂടി വിപുലീകരിക്കപ്പെടാനാണ് സാധ്യത. അതിൻ്റെ ഒരു ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമാവുകയും ചെയ്യും. നിലവിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ആകെ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രദേശത്തെ കാര്യങ്ങൾ ഓൺലൈൻ മീറ്റിംഗിലൂടെയൊക്കെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ബിപിൻ സി വിജയൻ. എന്തായാലും മലപ്പുറത്തെ ആശങ്ക ചെറുതായിട്ട് ഉയർത്തിയിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ചതോടെ ചെറിയ ഒരു ആശങ്ക അവിടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവിധമായ മുൻകരുതലും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു എന്നാണ് പ്രൈം ടൈമിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നു. കൊളുത്തുപുഴയിൽ, അതായത് കൊല്ലം ജില്ലയിലെ കൊളുത്തുപുഴയിൽ കല്ലടയാറ്റിൽ യുവാവ് വീണ മരിച്ച സംഭവം ഉണ്ടായി. അതിപ്പോൾ കൊലപാതകമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൽ നിലമേലെ സ്വദേശിയായ മുജീബിനെ മറ്റുള്ളവർ പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് ഇതിനകം ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊളുത്തുപുഴ സ്വദേശി മനോജാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി അറസ്റ്റ് വരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിപ്പയിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നു. നിപ്പ അടിക്കടി കേരളത്തിൽ ആശങ്ക ഉയർത്തുന്നു. ജാഗ്രത പാലിക്കണം, മുൻകരുതൽ മറക്കരുത്. എന്താണ് ഈ നിപ്പ ഉയർത്തുന്ന പ്രശ്നമെന്നറിയാൻ പ്രജിൻസി കണ്ണൻ നമുക്കൊപ്പം ചേരുന്നു. പ്രജിൻസി കണ്ണൻ ഒരു എക്സ്പ്ലെയിനറുമായിട്ടാണ് വരുന്നത്. ഓവർ ടു പ്രജിൻസി കണ്ണൻ. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ. വൈറസ് ബാധയുള്ള പന്നികളിൽ നിന്നോ വവ്വാലുകളിൽ നിന്നോ മനുഷ്യർക്ക് രോഗബാധ ഉണ്ടാകാം. അസുഖബാധയുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും നിപ്പ പകരാം.
വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 4 മുതൽ 14 ദിവസം വരെ സമയമെടുക്കാം. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നുകൂടി നോക്കാം. തലവേദന, പനി, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ നിപ ബാധിതർ അപൂർവമായി പ്രകടിപ്പിക്കാറുണ്ട്. ഇനി മുൻകരുതൽ എങ്ങനെ എന്നുകൂടി നോക്കാം. വൈറസ് ബാധിച്ച രോഗിയെ പരിചരിക്കുന്നവർ നിർബന്ധമായും മാസ്കും കൈയുറയും ധരിച്ചിരിക്കണം. രോഗിയുടെ വസ്ത്രവും വ്യക്തിപരമായ ആവശ്യത്തിനുള്ള സാമഗ്രികളും പ്രത്യേകം സൂക്ഷിക്കുക. രോഗിയുമായി അകലം പാലിക്കുക. രോഗബാധിതർ അല്ലെങ്കിലും സാമൂഹിക അകലം ഉറപ്പാക്കുക. ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക എന്നിവയാണ് മുൻകരുതൽ മാർഗങ്ങൾ. വവ്വാലുകളുടെ കാഷ്ടവും ഉമിനീരും വൈറസ് വാഹകരായതിനാൽ വവ്വാലുകൾ കഴിച്ച പഴങ്ങൾ കഴിക്കാനോ അവയിൽ തൊടാനോ പാടില്ല എന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നതാണ്. ഉയർന്ന മരണനിരക്കുള്ള വൈറസാണ് നിപ. ജാഗ്രതയും മുൻകരുതലുമാണ് ഏറ്റവും മികച്ച പ്രതിരോധം. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിപ വ്യാപിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലും ജനങ്ങൾ എടുക്കണം. കണ്ടെയ്ൻമെൻറ്റ് സോണായി ചില പ്രദേശങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ മാസ്ക് നിർബന്ധമാക്കണം. ഇങ്ങനെ നമ്മളതിനകത്തൊരു ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കോവിഡ് കാലത്ത് കുറേ അനുഭവിച്ചതായതുകൊണ്ട് അതൊന്നും കേട്ടാൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ കണ്ടെയ്ൻമെൻറ്റ് സോണിലെ നിയമങ്ങളും റെഗുലേഷൻസൊക്കെ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചില പ്രേക്ഷകർ പറയുന്നുണ്ട് ഇന്ന് രാവിലെ സംപ്രേഷണം ചെയ്ത അവതാരപുലികൾ നന്നായിരുന്നു, അതിനെ നിർത്തിക്കളയരുത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് മലയാളികൾ കാര്യമായി ഓണം ആഘോഷിച്ചു. അതിൻ്റെ റിപ്പോർട്ടുകൾ ഒന്നൊന്നായി വരുന്നുണ്ട്. ആദ്യം ബ്രേക്ക്. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ആഗ്നസ് ചോദിക്കുന്നു, ഇന്ന് രാത്രി 9 മണിക്ക് ഒരു ഉൽക്ക താഴോട്ട് വരുമെന്ന് പറയുന്നു. അത് കേട്ടത് ശരിയാണോ? കേട്ടത് ശരിയല്ല. ഉൽക്ക താഴോട്ട് വരുന്നതെന്ന് ഞാൻ കേട്ടില്ല. നമ്മുടെ വാർത്താമുറിയിലും അത് കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉൽക്ക പേടിച്ച് നമ്മൾ വീട്ടിനെ പുറത്തിറങ്ങാതിരിക്കേണ്ട. ഉൽക്കയൊന്നും വരില്ല. ഇന്ന് തിരുവോണമായിരുന്നു. വളരെ സമുചിതമായി ഓണം ആഘോഷിച്ചു. മഹാബലി തിരുമേനിയുടെ എഴുന്നള്ളത്ത് കേരളത്തിൻ്റെ നാട്ടിലും നഗരത്തിലുമൊക്കെ തന്നെ കാര്യമായി ആഘോഷിച്ചു. ഒരു സ്ലോ പേസിലാണ് ഇത് രാവിലെ ആരംഭിച്ചെങ്കിലും ഉച്ചയോടെ ഓണമാഘോഷം അതിൻ്റെ മൂർധന്യത്തിലെത്തിയതാണ് മനസ്സിലാകുന്നത്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും കാര്യമായ ഓണാഘോഷ പരിപാടികളൊക്കെ നടന്നു. മലയാളികൾ ഓണം ആഘോഷിച്ചു. എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണ നിറവിലായിരുന്നു മലയാളികൾ. പൂവിളിയും പൂക്കളവും സദ്യവട്ടങ്ങളും ഒക്കെ ആയിട്ട് വീടുകളും ക്ലബ്ബുകളുമെല്ലാം ആഘോഷവേദിയായി മാറി. ബന്ധുവീടുകളിലെ വിരുന്നും തലമുറകളുടെ ഒത്തുചേരലും ഒക്കെയായി ഈ സന്ധ്യയും ആഹ്ലാദ തിമിർപ്പിലാണ്. ഇപ്പോഴും ഓണം ആഘോഷിക്കുന്ന തിമിർപ്പിൽ പല സ്ഥലങ്ങളും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഓണം പോലെ മറ്റൊന്നുണ്ടോ മലയാളിക്ക്? ഏത് വിഷമത്തെയും അതിജയിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് കളർഫുൾ ഓണം. കർക്കിടകത്തിന്റെ ഇല്ലായ്മക്കാലം മറന്ന് ചിങ്ങവെയിലിന്റെ മന്ദഹാസം നിറയുന്ന തിരുവോണം മലയാളി അടിച്ചു പൊളിച്ചു. നമ്മളിന്ന് ഉച്ച തൊട്ട് ഇവിടെ വലിയ ആഘോഷങ്ങളാണുള്ളത്. എന്തായാലും ഈ ആഘോഷങ്ങൾ ഇന്നില്ലാത്ത നാടിന്റെ ഒരു വിഷമഘട്ടത്തില് നമ്മൾ അതും കൂടി ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ട് വയനാടിന്റെ ഈ ഒരു ദുരിത സമയത്ത് അവർക്കും കൂടി സഹായം എത്തിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയൊരുക്കിയ സ്വീകരണ പന്തലിലേക്ക് മാവേലി മന്നന്റെ മാസ് എൻട്രി. ഇല്ലായ്മക്കാരനെ ചേർത്ത് പിടിച്ച ആഘോഷങ്ങൾക്ക് നിറം പകരുന്ന മലയാളി. ഏറെക്കാലത്തിനു ശേഷം വീട്ടിൽ ഒത്തുകൂടിയതിന്റെ സന്തോഷത്തിൽ കുറെ മനുഷ്യർ. പൂക്കളമിട്ടും പാട്ടുപാടിയും സദ്യ കഴിച്ചും ആഘോഷം കെങ്കേമമാക്കി. നാട്ടിൻപുറങ്ങളും നഗരങ്ങളും ആഘോഷവേദികളായി. ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് ഓണക്കളികളും ആൾക്കൂട്ടവുമായി വൈബോണം. കള്ളവും ചതിയും പൊളിവചനവുമില്ലാത്ത നല്ല കാലത്തിന്റെ സ്മരണയിൽ മലയാളി ഓണം ആഘോഷിച്ചു. 24 തിരുവനന്തപുരം.
തിരുവോണത്തിൻ്റെ തിരക്കുകൾ കെട്ടടങ്ങിയിട്ടില്ല. നാടെങ്ങും ആഘോഷങ്ങളും ഓണ മത്സരങ്ങളും ഇപ്പോഴും തുടരുകയാണ്. തിരുവോണ രാത്രി തിരക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം. തിരുവനന്തപുരത്ത് സലീം മാലിക് ചേരുന്നു. അതുപോലെ കനകക്കുന്ന് പരിസരത്ത് നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നുണ്ട്. നമുക്ക് കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് സലീം മാലിക്കിലേക്ക് പോകാം. കനകക്കുന്നിലാണ് സലീം മാലിക് ഉള്ളതെന്ന് ഞാൻ കരുതുന്നു. സലീം മാലിക്, എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ചോ? ഹാപ്പി ഓണം. എസ്കേൻ, ഹാപ്പി ഓണം. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. നമ്മൾ തകർത്തു, പൊളിച്ചു, ശബ്ദമൊക്കെ പോയി. നമ്മുടെ ഓഫീസിൽ വലിയ ഓണാഘോഷമായിരുന്നു. അത് കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് പരിസരത്താണ്. ആ റോഡിലാണ്. വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് മ്യൂസിയം ഉണ്ട്, തൊട്ടപ്പുറത്ത് കനകക്കുന്ന്, അതിന് തൊട്ടപ്പുറത്ത് മാനവീയം വീതി. അങ്ങനെ ഈ റോഡ് തന്നെ ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അത്രയും വലിയൊരു വൈബിൽ ആളുകളുണ്ട്. കാരണം ഉച്ച സമയത്തൊക്കെ ആളുകളൊക്കെ വീട്ടിൽ ഓണം ആഘോഷിച്ച് ആ നിലയിൽ ഇരിക്കുകയായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയത്. വലിയ വൈബിൽ ഇവിടെ ഓണം തിമിർക്കുകയാണ്. കാര്യം അത്രയും തിരക്ക് ഈ റോഡിലുണ്ട്. നമുക്ക് കാണാം ഈ ലൈറ്റുകൾ, വൈദ്യുത അലങ്കാരങ്ങളൊക്കെ കാണാം. നേരത്തെ മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ ഇതിനപ്പുറമായിരുന്നു. ഈ തലസ്ഥാന നഗരം മുഴുവൻ ഈ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഓണം വാരാഘോഷം ഒഴിവാക്കി വയനാടിൻ്റെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷമായതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ആഘോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ മലയാളികൾക്ക് ഓണം അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് നമ്മളുടെ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ വഴി ഏറെക്കുറെ ഇവിടുത്തെ ഗതാഗതം പോലും ഏറെക്കുറെ തടസ്സപ്പെട്ടിരിക്കുന്നില്ല. അത്രയും വലിയ തിരക്ക് ഇവിടെ എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലത്തായി അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വലിയ തിരക്ക്. ഇങ്ങനെ ആളുകൾ ഓണം ആഘോഷിക്കാൻ, പുറത്തു നിന്ന് ഓണം ആഘോഷിക്കാനൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓണം മലയാളിക്ക് അങ്ങനെ അതിജയിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഗംഭീര ആഘോഷമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ഓണം പൊളിച്ചോ? പൊളിച്ചു. ഹാപ്പിയാണോ? രാത്രി എന്താ പരിപാടി? രാത്രി ഇവിടെ കറങ്ങണം. അങ്ങനെ നമ്മൾ ഇവിടെ ഓരോ സ്ഥലത്തും ഇവിടെ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ മുഴുവൻ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നത് കാണുകയാണ്. മോളെ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? തകർത്തോ? ഓണം അടിച്ചു പൊളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇതിനേക്കാൾ ഗംഭീരമല്ലായിരുന്നു തലസ്ഥാനം ഇത്തവണ? ഗംഭീരായിരുന്നു. ഹലോ സാറേ, ഹലോ, ഹാപ്പി ഓണം. ഓക്കെ. അങ്ങനെ കുട്ടികളും കുടുംബങ്ങളുമായൊക്കെ നിരവധി പേർ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിസരത്ത് എത്തുന്നത്, ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും ഓണത്തിന്റെ എല്ലാ കളറിലും തകർത്ത് തിമിർത്ത് വൈബായി തന്നെ ആഘോഷിക്കുകയാണ് എസ്കേൻ. ഓക്കെ, സലീം മാലിക്കാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നമുക്കൊപ്പം ചേർന്നത്. ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടുന്ന ഓണാഘോഷത്തിന് ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ കോഴിക്കോട് ബീച്ച് പരിസരത്ത് നിന്ന് സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നത്. സമീർ സി മുഹമ്മദ്, ഹാപ്പി ഓണം. അപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ നല്ല ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഓണാഘോഷ വിവരങ്ങൾ ബീച്ചിൽ നിന്ന്? ഹാപ്പി ഓണം എസ്കെഎൻ. കോഴിക്കോട് ബീച്ചിലും വലിയ തിരക്ക് തന്നെയാണ്. ഓണാഘോഷത്തിന്റെ തിമിർപ്പിലാണ് മലയാളികൾ ഒന്നടങ്കം. നമുക്ക് ബീച്ചിലെ കാഴ്ച കിലോമീറ്ററുകൾ ആയിട്ട് ഇത്തരത്തിൽ വലിയ തിരക്ക് കാണാൻ ആകുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ ഒരു ജനത്തിരക്ക് നമുക്ക് ഇന്ന് കാണാനാകുന്നുണ്ട്. ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിരവധി പേർ സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ഈ ആഘോഷം വളരെ കെങ്കേമമായിട്ട് തന്നെ കൊണ്ടാടുകയും ചെയ്യുന്നത്. നമുക്കിപ്പോൾ മാവേലി കൂടി ചെയ്യുന്നുണ്ട്. മാവേലി, അപ്പോൾ ഓണാഘോഷമൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നെ ഞാനിപ്പോൾ വന്നിട്ട് എനിക്ക് കുറച്ച് പരാതികൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹരിതസേന ഉണ്ടല്ലോ, ഈ ഹരിതസേന വീട്ടിൽ നിന്നും മാലിന്യങ്ങൾ എടുത്തിട്ട് അത് റോഡ് കൊണ്ടുപോയിട്ടിട്ട് ആ നായ്ക്കളും പട്ടിക ഇതൊക്കെ കടിച്ച് കീറിയിട്ട് അവിടെ മലിന്യ കുമ്പാരമാവുന്നു എന്നുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. ആ പ്രശ്നം നമുക്ക് അവരോട് അറിയിക്കാം. എങ്ങനെയുണ്ട് ആഘോഷത്തെ കുറിച്ച്? ആഘോഷം ഇപ്രാവശ്യം കുഴപ്പങ്ങളൊന്നുമില്ല. ആരും തല്ല് പിടി അങ്ങനത്തെ യാതൊന്നും കംപ്ലൈൻറ്റുകളൊന്നുമില്ല. നല്ലൊരു ഓണം, ഹാപ്പി. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഓണത്തിന് ഒരു ചെറിയ ദുഃഖകാരമുണ്ട്. കാരണം നമ്മുടെ ചൂരൽമലയിൽ ഉള്ള ഉരുൾപൊട്ടൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓണം, ഹാപ്പി ഓണം. ഹാപ്പോ അങ്ങനെ ആ ഒരു ഓണത്തിന്റെ വൈബിൽ തന്നെയാണ് കോഴിക്കോട് ബീച്ചുമുള്ളത്.
വിവിധ പരിപാടികൾ ഇന്ന് നമുക്ക് കാണാനാകുമായിരുന്നു. ഇപ്പോൾ അതിന്റെ സമാപനത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് തിരുവോണനാളിന്റെ സമാപന പരിപാടികളിലേക്ക് തന്നെ നീങ്ങാം എന്ന് അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേരാണ് കോഴിക്കോട് ബീച്ചിൽ എത്തിയിരിക്കുന്നത്. ആഘോഷം കെങ്കേമമാക്കാനുള്ള പരിപാടി തന്നെയാണ്. ഈ രാവ് പുലരും വരെയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വൈബ് നമുക്ക് കോഴിക്കോട് ബീച്ചിൽ കാണാനാകും. SK. ഓക്കെ, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ശ്യാം ദേവ് പറയുന്നത് SK എൻ്റെ അമ്മയുടെ ഓണാഘോഷ ആശംസകൾ SK അറിയിക്കാൻ പറഞ്ഞു. അമ്മയുടെ പേര് പാലക്കാട് സരസ്വതി KVS എന്നാണ്. ഒരു അമ്മ ഒരു ഹാപ്പി ഓണം. അമ്മ തിരുവോണമൊക്കെ നന്നായിട്ട് സദ്യ കഴിച്ച് സന്തോഷവതിയായിട്ടിരിക്കുകയല്ലേ. ആരോഗ്യത്തോടെ ഒരുപാട് കാലം ഇരിക്കാൻ കഴിയട്ടെ. പതിവ് പോലെ 24ഉം ഓണാഘോഷം നല്ല കളറാക്കി. ഇന്ന് രാവിലെ 7 മണി മുതൽ 5 മണിക്കൂർ ദൈർഘ്യത്തിലാണ് അവതാരപുലികൾ മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താരയിൽ നിന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തത്. അപ്രതീക്ഷിതമായി ഓണസമ്മാനങ്ങളുമായി 24ൻ്റെ വാർത്താ സംഘം പ്രേക്ഷകരുടെ വീടുകളിലും എത്തിയത് സർപ്രൈസായി. ഫ്ലവേഴ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ. ഓണാഘോഷത്തിന് തിരികൊളുത്തിക്കൊണ്ട് രാവിലെ 7 മണിക്ക് തന്നെ മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ അവതാരപ്പുലികൾ അണിനിരന്നു. പിന്നെ ആർപ്പോ ഇറോ അവതാരകൻ പപ്പടം കാച്ചുന്നു. പാചകം തുടങ്ങി ഉന്മേഷത്തിന്റെ തിരുമലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകി. വാർത്തകളുടെ ഗൗരവമില്ലാതെ അവതാരകരുടെ ഒത്തുചേരൽ. ഉറങ്ങിക്കിടന്ന ഗായകരും നർത്തകരുമൊക്കെ അരങ്ങ് തകർത്തു. ആഘോഷങ്ങൾക്ക് രുചി പകർന്ന് 24 ഫ്ലവേഴ്സ് ഓഫീസുകളിൽ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അതിനിടെ അപ്രതീക്ഷിതമായി പ്രേക്ഷകരുടെ വീടുകളിലേക്ക് 24ന്റെ ഓണസമ്മാനം. ക്യൂ സ്പൈസസിന്റെ സമ്മാന കിറ്റ് 24 പ്രതിനിധികൾ നേരിട്ടെത്തി കൈമാറി. ഇത് ക്യൂ സ്പൈസസിന്റെ ഒരു ഓണസമ്മാനമാണ്. 24ഉം ക്യൂ സ്പൈസസും നൽകുന്ന ചെറിയൊരു സമ്മാനം. തിരക്കുകൾക്കിടയിലും ന്യൂസ് ഡെസ്കും ബ്യൂറോകളുമെല്ലാം ഓണം ആഘോഷമാക്കി. ന്യൂസ് ഡെസ്ക് 24. റീന സതീശൻ പറഞ്ഞു, ഗിഫ്റ്റുമായിട്ട് എൻ്റെ വീട്ടിൽ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ആരും വന്നില്ല. സജോ ദേവസി ഒന്നും തിരിഞ്ഞു നോക്കിയതേ ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ വീടുകൾ തിരഞ്ഞെടുത്തില്ല, റാൻഡമായിട്ട് പല വീടുകളിലേക്കും കയറി ചെന്ന് കുറേ അധികം വീടുകളിലേക്ക് നമ്മൾ സംപ്രേഷണം ചെയ്യാത്ത വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് വീടുകളിലേക്ക് ഇന്ന് നമ്മുടെ വാർത്താസംഘം ഗിഫ്റ്റുമായി കയറിപ്പോയിരുന്നു. അതേപോലെ വയനാടിനെ നമുക്ക് ഈ ഓണാഘോഷത്തിനിടയിൽ മറക്കാൻ കഴിയില്ല. ചൂരൽമലയിലും പുഞ്ചിരിവട്ടത്തും അതുപോലെ മുണ്ടക്കയിലും ഉണ്ടായ മനുഷ്യഹാനിയും ദുരന്തങ്ങളും മറക്കാതെയാണ് ഓണം നമ്മൾ ആഘോഷിച്ചത്. വയനാട് കരുതലേകാൻ 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ നമ്മൾ കുറേ സഹായങ്ങൾ പ്രഖ്യാപിച്ചു. അത് ഇന്ന് വയനാട്ടിൽ വിതരണം ചെയ്തു. കൽപ്പറ്റയിലെ 24 ജില്ലാ ബ്യൂറോയ്ക്ക് സമീപമായിരുന്നു ഈ ചെറിയ ചടങ്ങ് സംഘടിപ്പിച്ചത്. 10 പേർക്ക് ഇന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തതുപോലെ സഹായങ്ങൾ വിതരണം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിതർക്ക് വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ് ഇന്ന് തിരുവോണ സമ്മാനമായി 24 എത്തിച്ചത്. തയ്യൽ തൊഴിലാളികളായ പൊന്നനും സത്യനും MI പ്ലൈ മാനേജിംഗ് ഡയറക്ടർ A. അബ്ദുൽ അസീസ് ആരിഫ് നൽകിയ തയ്യൽ മെഷീനുകൾ ചടങ്ങിൽ കൈമാറി. 24ന്റെ പരിപാടികൾ വെച്ചതല്ലേ വളരെയധികം സന്തോഷം. സ്ഥാനങ്ങൾ കിട്ടിയതിനോടും ഇപ്രാവശ്യം ഓണം കഴിഞ്ഞ ഓണം ഇപ്രാവശ്യത്തെ ഓണമായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ച് സങ്കടങ്ങൾ മാറിയിട്ടുണ്ട്. കുറച്ച് പേർ കണ്ട് കുറച്ച് ചിരിച്ചു. ഒരു ചെറിയൊരു സന്തോഷം ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. മുണ്ടക്കൈ സ്വദേശിയായ സഫ്വാൻ എന്ന യുവാവിന് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്ത ലാപ്ടോപ്പ് നൽകി. മൂന്ന് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള ലാപ്ടോപ്പുകളും ഫ്ലവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയും 24 കണക്റ്റും കൈമാറി. മറ്റൊരു വിദ്യാർത്ഥിക്ക് പഠനാവശ്യത്തിന് മൊബൈൽ ഫോണും നൽകി. ചൂരൽമല സ്വദേശിയായ പ്രതീഷിന് ജീവനോപാധിയായ വെൽഡിംഗ് മെഷീനാണ് കൈമാറിയത്.
2 കുട്ടികൾക്ക് സൈക്കിളുകളും നൽകി. ദുരന്തത്തിനിരയായവർക്ക് എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി 24ന്റെ പഠന സഹായ പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം പൂർത്തീകരിക്കും. 24 വയനാട്. സിംഗപ്പൂരിൽ നിന്ന് ആശ പറയുന്നു, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങൾ നോക്കിയിരുന്നു. സിംഗപ്പൂരിൽ നോക്കിയിരുന്നോ? അത്ഭുതമായിരിക്കുന്നു. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാഘോഷം നമ്മൾ ഏതാണ്ട് ഇന്ന് തിരുവോണത്തിൻ്റെ ഓണം ഇങ്ങനെ കഴിയുകയാണ്. എങ്കിലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി ആലപ്പുഴ ജില്ലയിലുടനീളം ഒരുപാട് അമ്മമാർക്ക് ഓണമൊരുക്കിയ സന്തോഷത്തിലാണ് ആലപ്പുഴയിലെ മഹിളാ കോൺഗ്രസ്. കായംകുളം സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വസുമതി അമ്മയുടെ വീട്ടിലേക്കാണ് ഓണസമ്മാനങ്ങൾ എത്തിച്ചു കൊടുത്തത്. മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. വീട്ടുസാധനങ്ങൾ സമ്മാനമായി നൽകിയും പരിസരം വൃത്തിയാക്കിയുമാണ് മഹിളാ കോൺഗ്രസ് ആലപ്പുഴയിൽ ഓണം ആഘോഷിച്ചത്. ഒരു ദിവസത്തേക്ക് ഷുഗർ സാറില്ല പറഞ്ഞു. ബബിതാചാര്യം സംഘവും നല്ല കുറച്ച് നിമിഷങ്ങൾ അവർക്ക് സമ്മാനിച്ചു. ആ അമ്മയ്ക്ക് കുറച്ചൊരു സന്തോഷമായും തോന്നുന്നു. എന്തായാലും താങ്ക്സ്. ഓണനാളിൽ ആവേശമായി തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ പഞ്ചാരി മേളം. തൃപ്പൂണിത്തുറയിലെ ലക്ഷ്മി ദേവിയുടെ കുറുങ്കുഴൽ വാദനം മേളത്തിന് പൊലിമ കൂട്ടി. ഓണക്കാലം എന്നാൽ മേളക്കാലം കൂടിയാണ്. കൊട്ടും വാദ്യവുമൊക്കെ ആകെ ജോറാണ് പരിപാടികൾ. പുരുഷകേസരികൾ അരങ്ങുവാരുന്ന വാദ്യമേള രംഗത്തെ ഒരു പെൺപുലിയെ പരിചയപ്പെട്ടാലോ? പഞ്ചാരി മേളത്തോടുള്ള അഭിനിവേശമാണ് കുറുംകുഴൽ വായനയിലേക്ക് തൃപ്പൂണിത്തുറ സ്വദേശിയായ ലക്ഷ്മിയെ എത്തിച്ചത്. പുതിയകാവ് അൻപുനാഥിന്റെ കീഴിലായിരുന്നു ശിക്ഷണം. സ്വകാര്യ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ഹെഡാണ് ലക്ഷ്മി. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിലും കുറുംകുഴലിനോടുള്ള ഇഷ്ടം കൂടെ കൂട്ടി. പൂർണ്ണത്രേശ്വരൻ അമ്പലത്തിലെ ഉത്സവത്തിലെ മേളങ്ങൾ കണ്ട് നോർമലി അവിടെ മേളം കാണാൻ പോകുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് ആ മേളം തുടക്കം തൊട്ട് അവസാനം വരെ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മേളത്തിൻ്റെ ഇടയിൽ നിന്ന് എന്തുകൊണ്ട് അത് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കുറുങ്കുഴൽ പഠിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കഴിഞ്ഞ വർഷം പുതിയകാവ് അൻപുനാഥ് എന്ന് പറഞ്ഞ ആശാന്റെ അടുത്ത് പോയി കുറുങ്കുഴൽ പഠിച്ചു. നവംബറിൽ അരങ്ങേറ്റം നടന്നു. ഒരു വർഷത്തിനിടെ ലക്ഷ്മിയുടെ കുറുംകുഴൽ നാദം മുഴങ്ങിയത് 100-ലേറെ വേദികളിൽ. പെരുവനം സതീശന്മാരാർക്കൊപ്പം തൃക്കാക്കര ക്ഷേത്രത്തിൽ ആദ്യമായി മേളത്തിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ലക്ഷ്മി. ആദ്യമായിട്ടാണ് തിരുവാങ്കുളം രഞ്ജിത ഷാൻ ത്രൂ അമ്പലത്തിൽ നിന്ന് അങ്ങനെ ഇത് വന്നിട്ട് നിന്നതാണ്. പെരുവനം സതീഷ്മാരാർ, പെരുവനം കുട്ടന്മാരാർ, അങ്ങനെ വലിയ വലിയ പ്രമാണിമാരായിരുന്നു ചെണ്ട പ്രമാണം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിൽക്കാൻ പറ്റി. പുരുഷന്മാർ അരങ്ങുവാഴുന്ന മേളത്തിലെ കുറുംകുഴൽ രംഗത്ത് വ്യത്യസ്തയാവുകയാണ് ലക്ഷ്മി ദേവി. ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകാൻ ലോകം മുഴുവൻ നമുക്കൊപ്പമുണ്ടാകും. പൗലോ കൊയ്ലോയുടെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് ലക്ഷ്മിയുടെ വിജയഗാഥ. ഇനിയും നിരവധി വേദികൾ കീഴടക്കാൻ ലക്ഷ്മിക്കാകട്ടെ. ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം ആർദ്രായൽ, 24 കൊച്ചി. പ്രേക്ഷകർക്ക് വീണ്ടും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ISL വിശേഷം വരുന്നുണ്ട്. പഞ്ചാബ് FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 1 ഗോളിന് പിന്നിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നിലായിരിക്കുന്നു. അനിൽ വാസുദേവാണ് ഈ വിവരം കല്ലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നും നമ്മളെ അറിയിക്കുന്നത്. ദിനേശ് ഹരിപ്പാട് പറഞ്ഞ SKN ഞങ്ങളുടെ പുത്തൻപുരയിൽ കുടുംബത്തിൻ്റെ ഓണാഘോഷം നാളെയാണ്. SKN തീർച്ചയായിട്ടും വരണം. മനസ്സുകൊണ്ട് എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് എൻ്റെ ദിനേശ് വിശ്വസിച്ചോളൂ. ഇന്ന് നമ്മുടെ വാർത്താമുറികളെ ഞെട്ടിച്ച ഒരു രാജിപ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് വന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. രാജി പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി.
ജയിൽ മോചനത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായ ഒരു രാജിപ്രഖ്യാപനവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വാർത്താലോകത്തെ ഞെട്ടിച്ചു. 2 ദിവസങ്ങൾക്കകം രാജി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. ജനങ്ങളുടെ വിശ്വാസം നേടി അധികാരത്തിൽ തിരിച്ചു വരുമെന്നും കെജ്രിവാൾ. എന്നാൽ നടന്നതൊക്കെ ഒരു രാജി നാടകമാണെന്നാണ് BJPയുടെ പ്രതികരണം. അറസ്റ്റിന് പിന്നാലെ രാജിക്കായി മുറവിളിയുയർന്നെങ്കിലും ജയിലിൽ നിന്ന് ഭരണം തുടരുമെന്ന നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റേത്. എന്നാൽ 5.5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം. വോട്ടർമാർ തീരുമാനിക്കും വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പെന്ന അഗ്നിപരീക്ഷ നേരിട്ട് തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ. जम के वोट दे देना मेरे पक्ष में, चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा. जब तक चुनाव नहीं होते, मैंने जैसे बताया 2 दिन के बाद मैं अपना इस्तीफा दूंगा. जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा. പുതിയ മുഖ്യമന്ത്രിയെ രാജിക്ക് ശേഷം തെരഞ്ഞെടുക്കാനാണ് ധാരണ. മനീഷ് സിസോദിയയും മന്ത്രിസഭയുടെ ഭാഗമാകില്ല. അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയുടെയും മണ്ഡലങ്ങളിൽ നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കയറാൻ പാടില്ലെന്ന കർശന ഉപാധിയോടെയാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇതോടെ ഡൽഹി നേരിടുന്ന ഭരണപ്രതിസന്ധികൾക്കിടെയാണ് കെജ്രിവാളിന്റെ രാജിനീക്കം. രാജി നാടകമെന്നാണ് BJPയുടെ പ്രതികരണം. വിനീത VG 24 ഡൽഹി. കൊച്ചിയിൽ നടക്കുന്ന ISL നിന്ന് മറ്റൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിച്ചു പഞ്ചാബ് FCക്കെതിരെ. അപ്പോൾ ഇപ്പോൾ 1-1 എന്ന നിലയിലാണ് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ആരായിരിക്കും വിജയം എന്നറിയാൻ അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇനി കോട്ടയത്തേക്ക് അമ്പാട്ടുകടവിൽ ഇന്നൊരു അപകടമുണ്ടായി. അത്ഭുതമെന്നോണം കാർ യാത്രികരായ പാമ്പാടി സ്വദേശികൾ രക്ഷപ്പെട്ടു. പാടശേഖരത്തിൽ വെള്ളക്കെട്ടിൽ വീണ കാർ 50 മീറ്റർ ഒഴുകിപ്പോയിട്ടും ഉള്ളിലുണ്ടായിരുന്ന 4 പേരെയും നാട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. പാമ്പാടി സ്വദേശിയായ രാജുവും ഭാര്യയും പേരക്കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത്. അമ്പാട്ടുകടവിലെത്തിയപ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിലേക്ക് തെന്നിയിറങ്ങുകയായിരുന്നു. റോഡിൽ നിന്നും 50 മീറ്ററോളം കാർ ഒഴുകിപ്പോയി. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലാണ് കുടുംബത്തെ രക്ഷിച്ചത്. വണ്ടി ഇവിടെ വാഞ്ഞു വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ വെള്ളത്തിലോട്ട് പോവാ, വെള്ളത്തിൽ കൂടെ ഓടിപ്പോവുക. ഓടിയാണ് അവിടെ നിന്ന് ഇവിടെ വന്നു ചാടി കൊച്ചു അതിനകത്ത് ഗ്ലാസ് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഗ്ലാസ് മുട്ടിയപ്പോൾ 2 പിള്ളേരുണ്ട്. പെട്ടെന്ന് ആ ഗ്ലാസ് തട്ടി തുറന്നിട്ട് പിള്ളേരെ 2 എടുത്ത് ഇങ്ങോട്ട് കൊടുത്തു. പിന്നെ മറ്റവരെ 2 പേരെ അമ്മേനെ വല്യമ്മയും കൂടെ ഇങ്ങോട്ട് ഇറക്കി. എന്നിട്ട് അവരെ കരകയറ്റി. ആമ്പൽപ്പൂക്കൾ കാണാൻ സാധാരണയായി നിരവധി പേർ എത്തുന്ന സ്ഥലമാണിത്. എന്നാൽ അപകട സമയത്ത് തിരക്കില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അതിലും വലിയൊരു കാര്യം, അതിനൊരു 10 മിനിറ്റ് മുമ്പ് വരെയും ഈ സൈഡിൽ നല്ലപോലെ ആളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് ഈ ആമ്പൽ കാണാനായിട്ട് ഓണം കഴിഞ്ഞ് വരുന്നവരുണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് ഈ വണ്ടി മറിയുന്ന സമയത്ത് ആരുമില്ലായിരുന്നു. അത് ഭയങ്കര ഭാഗ്യം. വാഹനത്തിലുണ്ടായ 4 പേർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല. എന്നാൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഒരു അപകടമുണ്ടായാൽ മലയാളികൾ ഒറ്റക്കെട്ടായി കൈകോർക്കും. ഓണനാളിൽ അമ്പാട്ടുകടവിൽ നടന്ന ഈ സംഭവവും അതിനൊരു ഉദാഹരണമാണ്. എന്തായാലും സുരക്ഷിതമായി വാഹനമോടിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശശികല ഉല്ലാസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. 24-ൽ സബ് ടൈറ്റിൽ ഇടുമ്പോൾ അക്ഷരത്തെറ്റുകൾ വരുന്നു. ഇപ്പോൾ അത്ഭുതം എഴുതി കാണിച്ചതിന് തന്നെ ചില പെശകുണ്ടായി, മോശം എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് മോശമാണ്. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ ജാഗ്രത പാലിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് മംഗലപുരം ശാസ്ത്രവട്ടത്ത് ഓണാഘോഷത്തിനിടെ ഒരു ബൈക്ക് പാഞ്ഞുകയറി അപകടം ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഓണാഘോഷം കാണാനെത്തിയ യുവാവിന് ദാരുണ അന്ത്യമുണ്ടായി ഈ അപകടത്തിൽ. ശാസ്ത്രവട്ടത്തെ സിജുവാണ് ഈ അപകടത്തിൽ മരിച്ചത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ തത്സമയം കാണുന്നത്. ഇനി കാണാം വാൽകഷ്ണം. വാൽകഷണം. സമീപകാലത്തായി PV അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അൻവർ തുടങ്ങിവെച്ച ആരോപണ യുദ്ധം ചിലർക്കെങ്കിലും ചെറുതല്ലാത്ത തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാം നമുക്ക് അൻവറിൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ. M. അഫ്സലിൻ്റെ വാൽകഷണം. 5-8 വർഷമായി ഒരു നാട് ഭരിക്കുന്ന പാർട്ടിയുടെ തറവാട്ടിൽ അരുതാത്തത് ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പഴയ തറവാടായതുകൊണ്ട്
ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ഈ തറവാടിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തറവാട്ടിലെ കാരണവർ മറുപടി പറയുകയും തറവാടിനോട് കൂറുള്ളവർ അത് നാടുനീളെ പറഞ്ഞ് പരത്തലുമാണ് പതിവ്. എന്നാൽ ഈയിടെയായിട്ട് ആ പതിവ് തെറ്റിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം. തറവാട്ടിലെ അംഗങ്ങളായവരും തറവാടിനോട് ഓരം ചേർന്ന് നടക്കുന്നവരും തറവാടിനെതിരെ എന്ന് തോന്നുന്ന ഒരു കാര്യവും പൊതുമധ്യത്തിൽ പറയാറില്ല. കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഓഫീസർമാരുടെ അവരുടെ പ്രവർത്തികളും അത് ഈ സമൂഹത്തിനെ എത്രത്തോളം ദോഷമായി ബാധിക്കുന്നു, എത്രത്തോളം പൊതുപ്രവർത്തകരെ ബാധിക്കുന്നു എന്ന വിഷയം കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കള്ളന്മാർ മാലാഖമാരായി ചമഞ്ഞ് ദൈവത്തിന്റെ മാളികയിൽ കയറിക്കൂടി. പലതും പറയുമെന്ന് പറഞ്ഞും പറഞ്ഞത് ചെയ്യുമെന്ന് പറഞ്ഞും പലരുടെയും പല പറച്ചിലുകൾക്കും കടിഞ്ഞാണിട്ടിരിക്കുകയാണ് PV അൻവർ. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളനാ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. ഇലയനങ്ങിയാൽ അന്വേഷണ കമ്മീഷനെ വെക്കുന്ന പാർട്ടി അൻവറിനെ പറയാൻ ഇങ്ങനെ തുറന്നു വിടുന്നത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുകയാണ് പലരും. ഉൾപാർട്ടി സമരം ഇതാണ് ഈ കള്ളക്കടത്തിന്റെ ഒരു സൂചന. എന്തോ രാമനുണ്ണി ടിവിയിലെന്ന് ചതിയാണ് സഖാവേ, നമ്മളെ തമ്മി തല്ലിക്കാൻ വേണ്ടിയുള്ള അവന്റെ അടവ്. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന കറുത്ത ശക്തി ഭരണത്തിന്റെ എല്ലാ തലങ്ങളെയും കടന്നെടുക്കുന്ന ക്യാൻസർ ഗ്രോത്ത്. നിർത്ത്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കുവിയാല് അതിന് മുതലെടുക്കുന്നത് ആരാ? പ്രതിപക്ഷം. ഇത്രയൊക്കെ അൻവർ പറഞ്ഞിട്ടും അൻവറിനെതിരെ ഒന്നും പറയാത്തതെന്താണെന്നാണ് സംശയം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം പാർട്ടിയുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ അത് മതി. ഇന്നൊക്കെ എനിക്ക് വന്ന ഫോണുകൾ ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. ഇതങ്ങനെ വിടാൻ പറ്റുമോ? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. പുഴുക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് PV അൻവറും കേരളത്തിലെ സഖാക്കളും. ഈ വെളിപ്പെടുത്തൽ അണികളിലും പ്രവർത്തകരിലും ആശയക്കുഴപ്പമുണ്ടാക്കും. അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കാനാണ് തീരുമാനം. IG ചെറിയാനാണ് അന്വേഷണ ചുമതല. ബാലകൃഷ്ണൻ, ഇനി നാളെ ഇപ്പോൾ ISL കളിയുടെ വിവരങ്ങൾ വന്നിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു എന്നാണ്, 1 ഗോളിന് തോറ്റു എന്നാണ് അറിയുന്ന. പഞ്ചാബ് FCക്കെതിരെ 1 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത്, 2-1. ഇനി നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രൈം ടൈമിൻ്റെ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ കൃത്യം 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി വാർത്താമഴയുടെ വാർത്താമഴ പെയ്യിക്കാൻ S. വിജയകുമാർ വരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഗുഡ് ബൈ.